ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 15ഓളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, ഒരു 5 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്. ഇനി അടുത്തത് ഈ കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ബീഫ് നന്നായിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. ഒരു 3 വിസിലോളം വേവിച്ചെടുക്കണം. ആദ്യം അതിനുവേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, പിന്നെ 2 വറ്റൽമുളക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിടുക. ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കുഞ്ഞുള്ളി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് 1/2 കിലോ ബീഫും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഇതിലോട്ട് വേവാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അടച്ച് പ്രഷർ കുക്ക് ചെയ്യണം. ഒരു 3 വിസിലോളം എങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. സൈഡ് വേസ് നമുക്ക് ബീഫിന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ബേ ലീഫ് ഇട്ട് ഇനി കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 2 സവാള ചോപ്പ് ചെയ്തതും പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് 15 മിനിറ്റോളം സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി എല്ലാം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇനി 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയും കട്ടി കിട്ടാൻ വേണ്ടിയും 1 ടൊമാറ്റോ അരിഞ്ഞത് കൂടെ ഇട്ട് വഴറ്റുകയാണ്. അപ്പോഴത്തേക്കും സൈഡിൽ ബീഫും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രഷർ കുക്കറിൽ 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഈ ബീഫിൽ നിന്ന് ഊറി വന്ന വെള്ളം ഈ മിക്സറിലോട്ട് ഒഴിച്ചതിന് ശേഷം അത് മാത്രമായിട്ടിട്ട് 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഈ ബീഫും കൂടി ഇടുക. ഇതിലെ വെള്ളം എല്ലാം പറ്റുന്ന വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു എരിവിന് വേണ്ടി ക്രഷ്ഡ് പെപ്പറും കൂടെ ഇടുകയാണ്. പിന്നെ കുറച്ച് ഫ്ലേവർഫുൾ ആക്കാൻ വേണ്ടി കുറച്ച് മല്ലിയില അരിഞ്ഞത് ഫൈനായിട്ട് അരിഞ്ഞതാണ്, പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. കാണാൻ തന്നെ അടിപൊളി. നീ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആൻഡ് ടെൻഡർ ആയിട്ടായിരിക്കുന്നത്. അതിന്റെ കൂടെയുള്ള മസാല അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.